NDAയിലേക്ക് ചേക്കേറിയതോടെ 2020-ൽ ഒരുപാട് അതൃപ്തരുണ്ടല്ലോ. അവരെയൊക്കെ കൂടെ കൂട്ടാൻ തന്ത്രങ്ങൾ മെനയുകയാണ്. കോൺഗ്രസ് രാജിവെച്ച 2 അംഗങ്ങൾ കോൺഗ്രസിൽ ചേർന്നത് ഈ നീക്കത്തിന്റെ ഭാഗമാണ്. പുത്തൻകുരിശ് പുതൃക്ക പഞ്ചായത്ത് അംഗങ്ങളെയും പാളയത്തിലെത്തിക്കാൻ ഇതാ കോൺഗ്രസിന്റെ ചർച്ചകൾ നടക്കുകയാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസും UDF-ഉം തന്നെ ആകുമോ? ജനപ്രതിനിധികളെ തന്നെ നോട്ടമിടുന്നു, അവരുമായി തന്നെ ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, അതിന് തന്നെയാണ് സാധ്യത. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കാൻ സാധ്യത UDF തന്നെയാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ച് പഴയ കാലത്ത് UDF-ന്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരുമാണ് പിന്നീട് 2020-ലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവരിൽ പലരും അതൃപ്തി അറിയിക്കുകയും UDF-ഉമായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേട്ടമുണ്ടാക്കാൻ LDF-ഉം ശ്രമിക്കുന്നുണ്ട്. തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതൃക്ക പഞ്ചായത്താണ്. അവിടെ 2020-ക്ക് നറുക്കെടുപ്പിലൂടെയാണ് ഭരണം ലഭിച്ചത്. 2020-ക്കും UDF-നും 7 സീറ്റുകളാണുള്ളത്. LDF-ന് 2 സാഹചര്യത്തിൽ ഒരുപക്ഷെ 2020 അതാണ്. ഏതായാലും ഒരു വിഭാഗം കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 2020-ക്ക് വലിയ തിരിച്ചടിയാകും, ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ഘട്ടത്തിൽ എന്നതാണ്. ഏതായാലും LDF-ഉം UDF-ഉം പറയുന്നു സാബു എം ജേക്കബ് NDAയിലേക്ക് പോയത് ഒരു തരത്തിലും തിരിച്ചടിയാകുന്നില്ല എന്നത്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ നൽകിയിരുന്നു.